Have a nice time. Today let us go through the solution of systems of linear algebraic equations. An equation of the form ax plus by equal to c, where a, b and c are real numbers, is said to be a linear equation in the variables x and y. And you know the graph of the linear equation in two variables is a straight line. For example, 2x minus y equal to 0. When you plot this equation in the xy plane, you will get a straight line. So, such equations are called linear equations. ഇതുപോലെ മൂന്ന് വേരിയബിൾസ് ഉള്ള ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് an equation of the form ax plus by plus cz equal to d. Here we have three variables x, y and z. So this is a linear equation in the variables x, y and z. And actually this equation ax plus by plus cz equal to d is the equation of a plane in 3 space. 3-dimensional സ്പേസിലുള്ള ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ ആണ് ഇത്തരത്തിൽ നമുക്ക് എഴുതാവുന്നത്. നമ്മളിവിടെ 2 വേരിയബിൾസ് ഉള്ള ലീനിയർ ഇക്വേഷനെ കുറിച്ചും 3 വേരിയബിൾസ് ഉള്ള ലീനിയർ ഇക്വേഷനെ കുറിച്ചും പറഞ്ഞു. നമുക്ക് ഈ ഐഡിയ n വേരിയബിൾസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് an equation of the form some constant a1 into x1 plus a2 x2 plus etc plus an xn equal to bn. Here all the numbers a1, a2, etc, an and bn are some real numbers, and this is a linear equation in n variables x1, x2, etc, xn. And in this section you will study about systems of linear equations. So what do you mean by a system of linear equations? Here we have only one linear equation. So suppose you have m such linear equations. So the m equations all together are called the system of linear equations. And usually we call a system of linear equations as linear system. So general form, a system of m linear equations in n variables or unknowns has the general form a11 x1 plus a12 x2 plus etc plus a1n xn equal to b1. And likewise we have m equations here, and the mth equation is am1 x1 plus am2 x2 plus etc plus amn xn equal to bn. ഇവിടെ ജനറൽ ഫോം എഴുതുന്ന സമയത്ത് x1 x2 etc xn എന്ന വേരിയബിൾസിൽ ഓരോ ഇക്വേഷൻസിലും എഴുതിയിട്ടുള്ള കോയിഫിഷ്യൻസ് ശ്രദ്ധിക്കാം. ഫസ്റ്റ് കോയിഫിഷ്യൻ്റ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് റോയിലുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ആണ് എന്ന് കാണിക്കാനാണ് ഇവിടെ a1 എന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി x1ൻ്റെ കോയിഫിഷ്യൻ്റ് ആയതുകൊണ്ട് a11, x2 ആയതുകൊണ്ട് a12, ആ രീതിയിലാണ് നമ്മൾ കോയിഫിഷ്യൻസ് എഴുതുന്നത്. അവസാന റോ നോക്കുകയാണെങ്കിൽ ഇവിടെ m ഇക്വേഷൻസ് ആണുള്ളത്. അതുകൊണ്ട് mth ഇക്വേഷൻ ആണെന്ന് കാണിക്കാൻ ഫസ്റ്റ് ലെറ്റർ നമ്മൾ m എഴുതുന്നു. ദെൻ കോയിഫിഷ്യൻ്റ് ഓഫ് x1 is 1, കോയിഫിഷ്യൻ്റ് ഓഫ് x2 2, likewise. So this is the general form of a system of m linear equations in n variables. ഇവിടെ x1, x2, etc, xn എന്ന വേരിയബിൾസിന് മുന്നിലായിട്ടുള്ള ഈ റിയൽ നമ്പേഴ്സിനെ നമ്മൾ കോയിഫിഷ്യൻസ് ഓഫ് ദ വേരിയബിൾസ് എന്ന് വിളിക്കുന്നു. ആൻഡ് ഓൾസോ ഹിയർ ദ b1, b2, etc, bm ആർ കോൺസ്റ്റൻസ് ഓഫ് ദ സിസ്റ്റം. ആൻഡ് സപ്പോസ് ദീസ് കോൺസ്റ്റൻസ് ആർ ഓൾ സീറോസ്, b1, b2, etc, bm എല്ലാം സീറോസ് ആണ് എങ്കിൽ സച്ച് എ ലീനിയർ സിസ്റ്റം ഇസ് കോൾഡ് എ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം. സോ ഇവിടെ തന്ന എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഈ കോൺസ്റ്റൻസ് b1, b2, etc, bn എന്ന റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോൺസ്റ്റൻസ് എല്ലാം തന്നെ സീറോ ആണ്. അതുകൊണ്ട് ദിസ് ഇസ് എ ഹോമോജീനിയസ് സിസ്റ്റം. ഇവിടെ കോൺസ്റ്റൻറ്റ് പാർട്ട് സീറോ അല്ല. സോ ദിസ് ഇസ് എ നോൺ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം. നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത് അത്തരത്തിൽ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. So what do you mean by a solution of a linear system? So suppose we have n numbers x1, x2, etc, xn that satisfies each equation in the system. അതായത് ഇവിടെ നമുക്ക് 2 വേരിയബിൾസ് ഉള്ള 2 ഇക്വേഷൻസ് അടങ്ങുന്ന ഒരു ലീനിയർ സിസ്റ്റം തന്നിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ ഇക്വേഷനിൽ x1ൽ 3ഉം x2ന് -1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അതേ സൊല്യൂഷൻ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും അത് സാറ്റിസ്ഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹിയർ യു ഹാവ് 3 - 4 into -1, ദാറ്റ് ഈസ് 3 + 4, ദാറ്റ് ഈസ് 7. ഓക്കെ, സോ ഈ 3 - 1 എന്ന സൊല്യൂഷൻ ഈ 2 ഇക്വേഷനിലും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ദിസ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് ലീനിയർ സിസ്റ്റം. ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ x1ന് 1 എന്നും x2ന് 0 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, കാരണം 3 × 1 + 6 × 0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 3 എന്ന് ലഭിക്കും.
പക്ഷേ ഈ കാണുന്ന ഈ സൊല്യൂഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x1-ന് 1-ഉം x2-ന് 0-ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 7 എന്ന് ലഭിക്കില്ല. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് എ സൊല്യൂഷൻ ഓഫ് ദിസ് ലീനിയർ സിസ്റ്റം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്, പക്ഷേ ഈ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ അല്ല. സോ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആവണമെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള എല്ലാ ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് x1, x2, xn കണ്ടുപിടിക്കേണ്ടി വരും. So a linear system of m equations is said to be consistent if it has at least one solution and inconsistent if it has no solutions. If a linear system is consistent, it has either a unique solution, that is precisely one solution, or infinitely many solutions. ഇവിടെ നമ്മൾ ഈ x1 = 1, x2 = -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിലെ രണ്ട് ഇക്വേഷൻസും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എല്ലാ കേസിലും ഇതുപോലെ നമുക്ക് ജനറൽ ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കണമെന്നില്ല. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരം സിസ്റ്റത്തിന് നമ്മൾ കൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്നും, അതുപോലെ നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാവില്ലെങ്കിൽ അത്തരം സിസ്റ്റത്തിന് ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്നും വിളിക്കുന്നു. ഇനി ഒരു സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ് എന്ന് വിചാരിക്കാം. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിന് രണ്ട് പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഒന്നുകിൽ അതിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവാം, ഒരേ ഒരു സൊല്യൂഷൻ മാത്രം, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. അല്ലാതെ ഒരു ലീനിയർ സിസ്റ്റത്തിന് രണ്ട് സൊല്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ 3 സൊല്യൂഷൻസ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാനാവില്ല. ഒന്നുകിൽ അതിന് ഒരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് നോക്കാം. സോ സപ്പോസ് ഞാൻ രണ്ട് ഇക്വേഷൻസ് അടങ്ങുന്ന ഒരു ലീനിയർ സിസ്റ്റം എഴുതാൻ പോവാണ്. x - y = 0 and 2x - 2y = 0. ആക്ച്വലി ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ സിസ്റ്റത്തിന് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെൻറ്റേഷൻ നൽകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ x - y = 0 എന്നത് ഇതുപോലെ ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇനി 2x - 2y = 0 ഞാൻ വരച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഈ കാണുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ മുകളിലൂടെ തന്നെ പാസ് ചെയ്തു പോകുന്ന മറ്റൊരു സ്ട്രെയിറ്റ് ലൈനാണ്. സോ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസും ആക്ച്വലി കോയിൻസൈഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ലൈൻ്റെ മുകളിലുള്ള ഈ ജോമെട്രിക്കൽ പോയിൻറ്റ്സിൽ എവിടെ വേണമെങ്കിലും ഏത് പോയിൻ്റ് എടുത്താലും അതെല്ലാം തന്നെ ഈ കാണുന്ന ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും. 1, 1 എടുത്താലും 2, 2 എടുത്താലും 4, 4 എടുത്താലും എല്ലാം തന്നെ ഈ കാണുന്ന സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും. So here the linear system has infinitely many solutions. നമ്മൾ ഇതുപോലെ രണ്ട് വേരിയബിൾസ് ഉള്ള ഇക്വേഷൻസ് വരയ്ക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ലഭിക്കുക. രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ XY പ്ലെയിനിൽ വരയ്ക്കുന്ന സമയത്ത് 3 വിധത്തിലാണ് നമുക്ക് വരയ്ക്കാൻ പോസിബിലിറ്റീസ് ഉള്ളത്. ഒന്നുകിൽ ആ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് കറക്റ്റ് ഒരു പോയിന്റിലൂടെ ഇൻ്റർസെക്റ്റ് ചെയ്തുകൊണ്ട് കടന്നു പോവാം, അല്ലെങ്കിൽ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസും കോയിൻസിഡൻ്റ് ആയിരിക്കും, അതായത് ഒന്നിൻ്റെ മുകളിൽ തന്നെ ഒന്ന് വരുന്ന രീതിയിൽ വരാം, അല്ലെങ്കിൽ അവ രണ്ടും പാരലലായിട്ട് ഒരിക്കലും കൂട്ടിമുട്ടാത്ത രീതിയിൽ കടന്നു പോവാം. ഈ ഫസ്റ്റ് കേസിൽ നമ്മൾ കറസ്പോണ്ടിങ് ലീനിയർ സിസ്റ്റം എഴുതിയാൽ അതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. കാരണം ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിനൂടെ കോമൺ ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് മാത്രമേ വരുന്നുള്ളൂ. ആ പോയിന്റ് ആയിരിക്കും, ജോമെട്രിക്കൽ പോയിന്റ് ആയിരിക്കും ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഈ കേസിൽ ഹിയർ സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. കാരണം ഈ ലൈൻ്റെ രണ്ട് ലൈൻസും കോയിൻസൈഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഈ ലൈൻ്റെ മുകളിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ രണ്ട് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. സോ ഹിയർ ദ സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. മൂന്നാമത്തെ കേസിൽ നമ്മൾ കറസ്പോണ്ടിങ് ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് അവ പാരലലായിട്ട് കടന്നു പോകുന്നു, അതായത് അവയ്ക്ക് കോമൺ ആയിട്ട് സൊല്യൂഷൻസ് ഇല്ല. സോ ദിസ് സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻസ്. ദിസ് ഇസ് ആൻ ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം. സോ ഈ 3 രീതിയിലാണ് നമുക്ക് രണ്ട് വേരിയബിൾസ് ഉള്ള കേസിൽ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ നടക്കുന്നത്. സോ ഒന്നുകിൽ ഒരു ലീനിയർ സിസ്റ്റത്തിന് ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാകാം. കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആണ് എങ്കിൽ, അല്ലെങ്കിൽ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇത് തന്നെ ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് 3 ഡയമെൻഷനിലാവുന്ന കേസാണ്. 3 ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ പറഞ്ഞു ഒരു ഇക്വേഷൻ AX + BY + CZ = D എന്നത് ജനറലായി ഒരു പ്ലെയിനിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമ്മൾ 3 ഇക്വേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതുപോലെയുള്ള 3 ഇക്വേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ജോമെട്രിക്കലി കൺസിഡർ ചെയ്താൽ 3 പ്ലെയിൻസ് നമ്മളെ കയ്യിലുണ്ട്. 3 പ്ലെയിൻസ് R3യിൽ ഏതൊക്കെ രീതിയിൽ വരാം? 3 ഡയമെൻഷണൽ സ്പേസിൽ 3 പ്ലെയിൻസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 3ഉം ഒരേ ഒരു പോയിന്റിൽ മാത്രം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവ അറേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ
ഇവിടെ രണ്ട് പ്ലെയിൻസ് കോയിൻസിഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. മൂന്നാമത്തെ പ്ലെയിന് ഇത്തരത്തിൽ 90 ഡിഗ്രി ആയിട്ട് അതിനെ കട്ട് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന പോലെയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുക്ക് ഫോർമാറ്റിൽ ഒരു ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ 3 പ്ലെയിൻസും നമുക്ക് വയ്ക്കാം. ഇനി 3 പ്ലെയിൻസിനും കോമൺ ആയിട്ട് ഇൻ്റർസെക്ഷൻ വരാത്ത രീതിയിൽ വരാം. അതേ കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ 3 പ്ലെയിൻസിനും കൂടെ കോമൺ ആയിട്ട് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഇല്ല. ഈ കേസിലും അതേ കോമൺ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഇല്ല. ഈ ആദ്യത്തെ 3 ചിത്രങ്ങൾ കൺസിസ്റ്റൻറ്റ് ലീനിയർ സിസ്റ്റത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അവസാനത്തെ 3 ഇൻകൺസിസ്റ്റൻറ്റ് ലീനിയർ സിസ്റ്റത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. കൺസിസ്റ്റൻ്റ് ആവുന്ന കേസ് നോക്കിയാൽ ഒന്നുകിൽ അതിനൊരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ലൈൻ്റെ മുകളിലുള്ള ഏത് പോയിൻറ്റും സൊല്യൂഷൻ ആവാം. അതായത് ദർ മേ ബി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. So if a system is consistent, it has either a unique solution or infinitely many solutions, or it may be inconsistent system. We are going to solve a system of m linear equations in n variables or unknowns. Variables are also known as unknowns, and you know it has the general form like this. ഇവിടെ x1 x2 എക്സെട്ര xn ആണ് വേരിയബിൾസ്. അവയുടെ കൊയിഫിഷ്യൻസ് ആണ് a11 a12 എന്നിങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്. b1 b2 എക്സെട്ര bm എന്നത് കോൺസ്റ്റൻസ് ആണ്. ഇത്തരത്തിലൊരു ലീനിയർ സിസ്റ്റം തന്നിരുന്നാൽ എങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മെട്രിക്സ് മെത്തേഡാണ്. മെട്രിക്സ് മെത്തേഡിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ കാണുന്ന ലീനിയർ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യുന്നു. ആൻഡ് സച്ച് എ മെട്രിക്സ് ഇസ് നോൺ ആസ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഓഫ് ദ സിസ്റ്റം ഓർ സിംപ്ലി ദ മെട്രിക്സ് ഓഫ് ദ സിസ്റ്റം. സോ ഹൗ ക്യാൻ യു ഫോം ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഓഫ് എ ലീനിയർ സിസ്റ്റം? You simply write the coefficients of the variables here, a11, a12, etc., a1n. അതുപോലെ എല്ലാ m ഇക്വേഷൻസിലെയും കോയിഫിഷ്യൻസ് x1, x2, etc., xnൻ്റെ കോയിഫിഷ്യൻസ് നമ്മളിവിടെ എഴുതുന്നു. അതിനുശേഷം ഒരു ചെറിയൊരു ലൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള കോൺസ്റ്റൻസ് b1, b2, etc., bm എഴുതുന്നു. So this matrix is known as the augmented matrix of this linear system. For example, here we have an augmented matrix 1 minus 3 5 2 4 7 minus 1 8, and this represents the linear system. എങ്ങനെയാണ് നമ്മൾ ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ സിസ്റ്റം എഴുതുന്നത് നോക്കാം. ഈ ഫസ്റ്റ് റോ റെപ്രസെൻറ്റ്സ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, സോ വി ഹാവ് 1 into x1 പ്ലസ് -3 into x2 പ്ലസ് 5 into x3 ഈക്വൽ ടു 2. ആ രീതിയിലാണ് നമ്മൾ ഇക്വേഷൻ എഴുതുക. സെക്കൻഡ് ഇക്വേഷൻ ആണെങ്കിൽ 4x1 plus 7x3 minus 4x1 plus 7x2 minus x3 equal to 8. അതുപോലെ ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് തന്നിരുന്നാൽ നമുക്ക് കറസ്പോണ്ടിങ് ലീനിയർ സിസ്റ്റം എഴുതാം. തിരിച്ച് ഒരു ലീനിയർ സിസ്റ്റം തന്നിരുന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതാനാവും. എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വേരിയബിൾസ് എത്ര എണ്ണം ഉണ്ട് എന്ന് ആദ്യം ശ്രദ്ധിച്ചു വയ്ക്കാം. ഇവിടെ x1, x2, x3 3 വേരിയബിൾസ് ഉണ്ട്. അതായത് നമുക്കുള്ളത് 3 ഇക്വേഷൻസ് കൂടി ഉള്ളത് കൊണ്ട് 3 റോസും 3 കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫോം ചെയ്യുക. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ അതിൻ്റെ കോൺസ്റ്റൻസും എഴുതണം. സോ ഇവിടെ നമ്മൾ കൊയിഫിഷ്യൻസ് എഴുതുന്ന സമയത്ത് x1ൻ്റെ കൊയിഫിഷ്യൻ്റ് 1 ആണ്, x2 ഇവിടെ ഇല്ല, അതായത് കൊയിഫിഷ്യൻ്റ് ഓഫ് x2 is 0. So the first equation becomes 1 0 -5 -1. It forms the first row of the augmented matrix. Second row is 2 8 0 7 and 0 1 9 1. So this is the augmented matrix corresponding to this linear system. സാധാരണ 2 വേരിയബിൾസ് അടങ്ങുന്ന ഇതുപോലുള്ള സിസ്റ്റംസ് സോൾവ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അതിനായി നമ്മൾ സാധാരണ എന്തെല്ലാം ചെയ്യാറ് എന്നുള്ളത് ഓർത്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻസ് എഴുതിയതിൻ്റെ ഓർഡർ മാറ്റാവുന്നതാണ്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ എന്ന് കൺസിഡർ ചെയ്യുന്നതിന് പകരം ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് മാറ്റി എഴുതിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. സോ ഐ ക്യാൻ interchange the positions of the equation in the system. There is no change in the solution. Okay. ഇനി നമ്മൾ സാധാരണ സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡ് ഇവിടെ എക്സിൻ്റെ കൊയിഫിഷ്യൻസ് ഒരുപോലെ ആക്കി മാറ്റലാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇത് ഇക്വേഷൻ 1 2 ആണെങ്കിൽ ഇക്വേഷൻ 2നോട് കൂടി നമ്മൾ കൊയിഫിഷ്യൻസ് എക്സിൻ്റെ കൊയിഫിഷ്യൻസ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദ ഇക്വേഷൻ ബിക്കംസ് 2x + 2y = 6. സോ നമുക്കറിയാം ഈ 2 ഇക്വേഷൻസിൻ്റെയും സൊല്യൂഷൻസിൽ യാതൊരു മാറ്റവും വരില്ല. ഒരു ഇക്വേഷനെ മുഴുവനായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം. സോ വി ക്യാൻ മൾട്ടിപ്ലൈ ദ ഇക്വേഷൻ ബൈ എ നോൺ സീറോ കോൺസ്റ്റൻറ്റ്. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഇക്വേഷൻ 0 ആയി പോകും. അത് പാടില്ല. ഒരു നോൺ സീറോ കോൺസ്റ്റൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷനെ മുഴുവനായി മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നീട് നമ്മൾ ചെയ്യാറുള്ളത്
എക്സിൻ്റെ കോയിഫിഷ്യൻസ് സെയിം ആക്കി മാറ്റിയ ശേഷം ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ y എന്താണെന്ന് ലഭിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ആക്ച്വലി നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? സെക്കൻഡ് ഇക്വേഷനോട് കൂടി ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തു, അതിനുശേഷം ഫസ്റ്റ് ഇക്വേഷൻ അതിൽ നിന്ന് മൈനസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആഡ് ചെയ്തു. ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ചെയ്യുന്നു. സോ ആഡ് എ നോൺ സീറോ മൾട്ടിപ്പിൾ ഓഫ് വൺ ഇക്വേഷൻ ടു അതർ ഇക്വേഷൻ. അതാണ് മറ്റൊരു മെത്തേഡ് നമ്മൾ ചെയ്യാറുള്ളത്. സോ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 3 ഓപ്പറേഷൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. We will multiply an equation by a non-zero constant, interchange the positions of equations in the system, add a non-zero multiple of one equation to any other equation. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും നമ്മളെ സൊല്യൂഷൻസിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മളാണെങ്കിൽ ഈസിലി സൊല്യൂഷൻസിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇതേ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അതായത് ഈ കാണുന്ന ഓപ്പറേഷൻസിൽ നിങ്ങൾ ആലോചിച്ചാൽ എക്സ് വൈ എന്ന വേരിയബിൾസിന് ഇവിടെ പ്രാധാന്യമൊന്നുമില്ല. ഇവിടെ എക്സ് വൈക്ക് പകരം സം യു വി ആയിരുന്നുവെങ്കിലും ഇതേപോലെയാണ് നമ്മൾ സോൾവ് ചെയ്യുക. സോ ആക്ച്വലി ഇവിടെ വേരിയബിൾസ് എഴുതേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ വേരിയബിൾസ് ഒഴിവാക്കിയിട്ട് കൊയിഫിഷ്യൻസ് മാത്രം എഴുതുന്നത്, അതുപോലെ റൈറ്റ് സൈഡിലുള്ള കോൺസ്റ്റൻസും. അങ്ങനെയാണ് നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കിയെടുത്തത്. സോ ഈ കാണുന്ന ഓപ്പറേഷൻസ് എല്ലാം തന്നെ നമുക്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അത്തരം ഓപ്പറേഷൻസിനെ സാധാരണ അറിയപ്പെടുന്നത് എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് ഓൺ എ മെട്രിക്സ് എന്നാണ്. എന്തെല്ലാമാണ് എലിമെൻ്ററി റോ ഓപ്പറേഷൻസ്? മൾട്ടിപ്ലൈ എ റോ ബൈ എ നോൺ സീറോ കോൺസ്റ്റൻറ്റ്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ആൻ ഇക്വേഷൻ ബൈ എ നോൺ സീറോ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എലിമെൻ്ററി റോ ഓപ്പറേഷനാണ് മൾട്ടിപ്ലൈ എ റോ ബൈ എ നോൺ സീറോ കോൺസ്റ്റൻറ്റ്, ഓർ ഇൻ്റർചേഞ്ച് 2 rows, or add a non-zero multiple of one row to any other row. സോ ഈ 3 എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് നമുക്ക് ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സിൽ ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് വെൻ വി ആഡ് എ മൾട്ടിപ്പിൾ ഓഫ് one row to another, we add the corresponding entries in the rows. And we say that 2 matrices are row equivalent if one can be obtained from the other through a sequence of elementary row operations. നമ്മൾ ഒരു മെട്രിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ആ മെട്രിക്സിൽ ഉപയോഗിച്ചു എന്ന് വിചാരിക്കാം. അവസാനം നമുക്ക് ലഭിക്കുന്ന മെട്രിക്സ് ആദ്യമുള്ള മെട്രിക്സുമായിട്ട് റോ ഇക്വലൻ്റ് ആണ് എന്നാണ് നമ്മൾ പറയാം. ആൻഡ് ദ പ്രൊസീജിയർ ഓഫ് ക്യാരിയിങ് ഔട്ട് എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് ഓൺ എ മെട്രിക്സ് ടു ഒബ്റ്റെയിൻ എ റോ ഇക്വലൻ്റ് മെട്രിക്സ് ഇസ് കോൾഡ് ദ റോ റിഡക്ഷൻ. സോ നമ്മളിവിടെ സൊല്യൂഷൻ ഓഫ് ലീനിയർ സിസ്റ്റംസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതിയതിന് ശേഷം അതിനെ റോ റിഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂഷൻസിലേക്ക് എത്തിച്ചേരാണ്. ആൻഡ് ടു സോൾവ് എ സിസ്റ്റം യൂസിങ് ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് വി ഷാൾ യൂസ് ഐദർ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഓർ ഗോസ്-ജോർദാൻ എലിമിനേഷൻ മെത്തേഡ്. In the former method, we row reduce the augmented matrix of the system until we arrive at a row equivalent augmented matrix in row echelon form. What do you mean by row echelon form? ഇവിടെ 2 മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് സൊല്യൂഷൻ ഓഫ് ലീനിയർ സിസ്റ്റം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. ആദ്യത്തെ മെത്തേഡ് ഗോസിയൻ എലിമിനേഷൻ ആണ്. ഗോസിയൻ എലിമിനേഷൻ നമ്മൾ ചെയ്യുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഓഫ് ദ സിസ്റ്റം എഴുതിയതിന് ശേഷം അതിനെ റോ എക്ലോൺ ഫോമിലേക്ക് മാറ്റുന്നു. എങ്ങനെയാണ് മാറ്റുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് എലിമെൻ്ററി ഓപ്പറേഷൻസ് ചെയ്തുകൊണ്ട് നമ്മളതിനെ നമുക്ക് ആവശ്യമുള്ള ഒരു പർട്ടിക്കുലർ ഫോമിലേക്ക് ആ മെട്രിക്സിനെ മാറ്റിയെടുക്കുന്നു. എന്താണ് റോ എക്ലോൺ ഫോം നോക്കാം. ദ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഇൻ എ നോൺ സീറോ റോ ഇസ് എ 1. മെട്രിക്സ് നമ്മൾ വായിച്ച് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് റോയിൽ എവിടെയാണോ ആദ്യമായി സീറോ അല്ലാത്ത എൻട്രി വരുന്നത് അത് 1 ആയിരിക്കണം. ഓക്കെ. ഇൻ കോൺസിക്യൂട്ടീവ് നോൺ സീറോ റോസ് ദ ഫസ്റ്റ് എൻട്രി 1 ഇൻ ദ ലോവർ റോ അപ്പിയേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ദ 1 ഇൻ ദ ഹയർ റോ. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് ഇപ്പോൾ 1 ആണ് വരുന്നതെങ്കിൽ സെക്കൻഡ് റോയിൽ പിന്നെ ആ ഫസ്റ്റ് എലമെൻറ്റ് 1 വരാൻ പാടില്ല. അതിന് ശേഷമായിരിക്കണം ആ റോയിലുള്ള 1 വരുന്നത്. റോസ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ സീറോസ് ആർ ദ ബോട്ടം ഓഫ് ദ മെട്രിക്സ്. ഇനി ഒരു റോയിൽ വെറും സീറോസ് മാത്രമേ ഉള്ളെങ്കിൽ അത് മെട്രിക്സിൻ്റെ അവസാനമായിരിക്കണം എഴുതുന്നത്. ഇത്തരത്തിലുള്ള മെട്രിക്സസിനെയാണ് നമ്മൾ റോ എക്ലോൺ ഫോമിലുള്ള മെട്രിക്സസ് എന്ന് പറയുന്നത്. സോ ഗോസിയൻ എലിമിനേഷൻ ഉപയോഗിച്ചാണ് നമ്മളൊരു ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നതെങ്കിൽ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ ഇത്തരത്തിലുള്ള റോ എക്ലോൺ ഫോമിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. ഇതിന് എക്സാമ്പിൾസ് ഇതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഗോസ്-ജോർദാൻ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സിന് റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലേക്ക് മാറ്റണം. റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിൻ്റെ പ്രത്യേകത
ഈ 3 പ്രോപ്പർട്ടീസിൻ്റെ കൂടെ എ കോളം കണ്ടെയ്നിങ് എ ഫസ്റ്റ് എൻട്രി 1 ഹാസ് 0 എവരി വൺ എൽസ്. ഏതെങ്കിലും ഒരു റോയിൽ 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റോയിലുള്ള ആ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ ബാക്കി എലമെൻറ്റ്സ് എല്ലാം സീറോസ് ആയിരിക്കണം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ കുറച്ച് ഓഗ്മെൻറ്റഡ് മെട്രിസസിൻ്റെ റിഡ്യൂസ്ഡ് ഫോം എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയിരിക്കുന്നത് രണ്ടും റോ എക്ലോൺ ഫോമാണ്. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുന്നത്? ഫസ്റ്റ് റോ നോക്കിയാൽ ഈ എലമെൻ്റാണ് ആദ്യത്തെ നോൺ സീറോ എൻട്രി വരുന്നത്. ഈ റോയിലുള്ള നോൺ സീറോ എൻട്രി, ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. സോ ദർ ഇസ് നോ പ്രോബ്ലം. ഇനി സെക്കൻഡ് റോ നോക്കി. സെക്കൻഡ് റോയിൽ നോൺ സീറോ എൻട്രി ഇവിടെയാണ് വരുന്നത്, അത് 1 ആണ്. ഈ 1 വന്നിരിക്കുന്നത് ഈ 1ൻ്റെ ഇത് ഫസ്റ്റ് കോളം ആയതുകൊണ്ട് അതിന് ശേഷമാണ് 1 വന്നിരിക്കുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇവിടെ നമുക്ക് 1 വന്നാൽ അതിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ സീറോസ് ആയിരിക്കണം എന്നർത്ഥം. പിന്നെ ഇവിടെ എവിടെയെങ്കിലും 1 വരുന്നെങ്കിൽ ഈ കോളത്തിന് ശേഷമേ വരാൻ പാടുള്ളൂ. സോ ഇവിടെ നമുക്ക് 1 വന്നു, അതിന് താഴെയുള്ള കോളത്തിലെ എലമെൻറ്റ്, ഇവിടെയുള്ള എലമെൻറ്റ് 0 ആണ്. ഇനി തേർഡ് റോ നോക്കിയാലോ, അവിടെ നമുക്ക് നോൺ സീറോ എൻട്രി ഇല്ല, അത് ലാസ്റ്റ് റോ ആയിട്ടാണ് നിൽക്കുന്നത്. സോ ദിസ് ഈസ് ദ റോ എക്ലോൺ ഫോം. സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയാൽ ഫസ്റ്റ് റോ നോക്കി. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എൻട്രി 0 ആണ്, ദർ ഇസ് നോ പ്രോബ്ലം. സെക്കൻഡ് എൻട്രി 0 ആണ്. തേർഡ് എൻട്രി നോൺ സീറോ ആണ്. നോൺ സീറോ ആണെങ്കിൽ അത് 1 ആണ്, ദർ ഇസ് നോ പ്രോബ്ലം. ഈ 1ൻ്റെ താഴെയുള്ള എലമെൻറ്റ് 0 ആണ്. സെക്കൻഡ് റോ നോക്കിയാൽ ആദ്യത്തെ നോൺ സീറോ എൻട്രി വരുന്നത് ഇവിടെയാണ്, അതുവരെ എല്ലാം തന്നെ സീറോസ് ആണ്. ഈ 0 1 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള എലമെൻ്റാണ് നമുക്ക് 0 ആക്കേണ്ടതുള്ളൂ. ദർ ഇസ് നോ എലമെൻറ്റ് ബിലോ ദാറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് എ റോ എക്ലോൺ ഫോം. അവസാനത്തെ ഈ 2 മെട്രിസസ് റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം ആണ്. റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം എന്താണ് അതിൻ്റെ പ്രത്യേകത? മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് റോയിലുള്ള നോൺ സീറോ എൻട്രി ഇവിടെ 1 ആണ്, അതിൻ്റെ താഴെ 0 ആണ്. സെക്കൻഡ് റോയിൽ നോൺ സീറോ എൻട്രി ഇവിടെ 1 ഉണ്ട്, അതിൻ്റെ താഴെ മാത്രം 0 ആയാൽ പോരാ, ആ കോളത്തിലുള്ള മറ്റ് എലമെൻറ്റ്സ് എല്ലാം തന്നെ 0 ആയിരിക്കണം. ഓക്കെ, ആ ലാസ്റ്റ് റോ മൊത്തം 0 ആണ്, ദർ ഇസ് നോ പ്രോബ്ലം. സെക്കൻഡ് മെട്രിക്സ് നോക്കിയാൽ ഇവിടെ ഈ 1 ആണ് ആദ്യമായിട്ട് നോൺ സീറോ എൻട്രി വരുന്നത്, അതിൻ്റെ താഴെ 0 ആണ്. സെക്കൻഡ് റോയിൽ ഇവിടെയുള്ള എൻട്രി നോൺ സീറോ ആണ്, അത് 1 ആണ്. അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ മറ്റ് എലമെൻറ്റ്സ് എല്ലാം തന്നെ 0 ആണ്. മുമ്പത്തെ കേസിൽ താഴെയുള്ളത് മാത്രം 0 ആയാൽ മതിയായിരുന്നു, ഇവിടെ ആ കോളത്തിലെ ബാക്കി എല്ലാ എലമെൻറ്റ്സും സീറോസ് ആയിരിക്കണം. അതല്ലാത്ത എൻട്രീസ് എന്ത് വന്നാലും നമുക്ക് കുഴപ്പമില്ല, ഈ 1 വരുന്ന എൻട്രി മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. So this is the reduced row echelon form of the augmented matrix. Now let us go through the process of Gaussian elimination and Gauss-Jordan elimination. Here we have a linear system. Suppose 2x1 plus 6x2 plus x3 equal to 7, x1 plus 2x2 minus x3 equal to minus 1 and 5x1 plus 7x2 minus 4x3 equal to 9. First of all, you have to write the augmented matrix corresponding to this linear system. എങ്ങനെയാണ് നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുന്നത് നോക്കാം. കൊയിഫിഷ്യൻസ് മാത്രം എഴുതുക. 2 6 1 7 1 2 -1 -1 5 7 -4 9 ആ തരത്തിൽ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുന്നു. ഈ കോൺസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു വേർട്ടിക്കൽ ലൈൻ ഇതുപോലെ വരയ്ക്കാം. ഇനി നമ്മൾ ഈ മെട്രിക്സിനെ ഗോസിയൻ എലിമിനേഷൻ ഉപയോഗിച്ച് സൊല്യൂഷനിലേക്ക് എത്തിക്കാനായി റോ എക്ലോൺ ഫോമിലേക്ക് റിഡ്യൂസ് ചെയ്യാൻ പോവാണ്. എന്താണ് റോ എക്ലോൺ ഫോം? നമുക്ക് ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആയിരിക്കണം. അത് നമുക്ക് പല വിധത്തിൽ 1 ആക്കി മാറ്റാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ 2 റോസ് തമ്മിൽ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാം. നമ്മൾ ഈ 2 ഇക്വേഷൻസ് ഓർഡർ മാറ്റി എഴുതുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഈ 2 റോസ് നിങ്ങൾക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് റോയോടുകൂടി ഇൻറ്റു 1/2 ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെയുള്ള എലമെൻറ്റ് നിങ്ങൾക്ക് 1 ആക്കി മാറ്റാം. അത്തരത്തിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് നോൺ സീറോ എൻട്രി നമ്മൾ 1 ആക്കി മാറ്റുന്നു. ഇവിടെ ഏറ്റവും എളുപ്പമുള്ളത് ഇൻ്റർചേഞ്ച് ഓഫ് റോസ് ആയതുകൊണ്ട് വി ഇൻ്റർചേഞ്ച് ദ ഫസ്റ്റ് 2 റോസ്. എഴുതിയ സിമ്പിൾ ശ്രദ്ധിക്കാം. R1 ആൻഡ് R2 ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് റോ ആർ ഇൻ്റർചേഞ്ച്ഡ് എന്ന് കാണിക്കാനാണ് ഇവിടെ ഈ കാണുന്ന സിമ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ 2 റോസും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് ഇവിടെ എഴുതി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ 1 ആക്കി മാറ്റി. ഇതാണ് നമ്മുടെ കീ എലമെൻറ്റ്. ഇപ്പോൾ ഈ എലമെൻറ്റിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ സീറോസ് ആയിരിക്കണം. സോ എങ്ങനെയാണ് നമ്മൾ ഈ 2 എലമെൻറ്റ്സിനെ സീറോസ് ആക്കി മാറ്റാം? ഇവിടെ നമ്മൾ 1 ആക്കി മാറ്റി വെച്ച ഈ എലമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന് താഴെയുള്ള എലമെൻറ്റ്സിനെ സീറോസ് ആക്കി മാറ്റണം. അതിനുള്ള വഴിയെന്ന് പറയുന്നത് ഈ റോയോടുകൂടി 2 മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം ഇവിടെയുള്ള എലമെൻറ്റ് 2 ആണ്. ഈ 2നെ 0 ആക്കണമെങ്കിൽ
നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ്, അതായത് -2 ഈ റോയോടുകൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം അത് ഈ റോയുമായിട്ട് ആഡ് ചെയ്യാം. അതായത് നമ്മൾ എഴുതുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് R2 becomes, ഈ രീതിയിൽ എഴുതിയാൽ മതിയാകും, R2 becomes -2R1 + R2. അതുപോലെ ഇവിടെയുള്ള എലമെൻറ്റ് 5 എന്ന എലമെൻറ്റിനെ 0 ആക്കണമെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് നമ്പർ എടുക്കുക, അതായത് -5. -5 ഫസ്റ്റ് റോയോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് ഇവിടെ ആഡ് ചെയ്യാം. അതായത് R3 becomes -5R1 + R3. ആ കാണുന്ന ഓപ്പറേഷനാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് റോയോട് കൂടി -2 മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം ഈ സെക്കൻഡ് റോയോട് കൂടി ആഡ് ചെയ്യുന്നു. സോ ഹിയർ -2 × 1 is -2, +2 ചെയ്താൽ ഇവിടെ 0 ആയി മാറി. -2 × 2 ചെയ്താൽ -4 ആണ്. -4 + 6 ചെയ്ത് കഴിഞ്ഞാൽ 2 ആയിട്ട് മാറി. -2 × -1 is 2, 2 + 1 is 3. ആ രീതിയിലാണ് സെക്കൻഡ് റോ നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. അതുപോലെ ഈ കാണുന്ന കോൺസ്റ്റൻറ്റ് പാർട്ടും ചെയ്യണം. -2 × -1 is 2, 2 + 7 ചെയ്താൽ 9. അതുപോലെ തേർഡ് റോയുടെ കേസിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് -5 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ റോയോട് കൂടി ആഡ് ചെയ്യുന്നു. സോ നമുക്ക് ഈ 1ൻ്റെ താഴെയുള്ള 2 എലമെൻസും സീറോസ് ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കോളത്തിൻ്റെ പണി നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സെക്കൻഡ് റോ എടുക്കുന്നു. സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എൻട്രി, ഇത് ഈ കാണുന്ന എൻട്രിയാണ്. ഇത് 1 ആക്കി മാറണം. അത് 1 ആവണമെങ്കിൽ സെക്കൻഡ് റോയിനോട് കൂടി മുഴുവനായി നമ്മൾ 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ ഓപ്പറേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1/2 R2 ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് റോയിൽ മാത്രം ചേഞ്ച് വന്നു. 0, 1, 3/2, 9/2. ഓക്കെ. ഇനി ഗോസിയൻ എലിമിനേഷൻ മെത്തേഡിൽ നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മൾ 1 ആക്കി മാറ്റിയ എലമെൻറ്റിൻ്റെ താഴെയുള്ള എലമെൻറ്റ് 0 ആയിരിക്കണം. ഇത് 0 ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നമ്മളുടെ കീ എലമെൻറ്റ് ഈ 1 ആണ്. ആ 1 ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് ഇതിനെ 0 ആക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെയുള്ള എലമെൻറ്റ് -3 ആണ്. അതിൻ്റെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ +3 ആയി മാറി. 3 കൊണ്ട് സെക്കൻഡ് റോയിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ. സോ ഏത് റോയാണ് മാറ്റം വരുന്നത്? R3, തേർഡ് റോയ്ക്കാണ് മാറ്റം വരുന്നത്. എന്ത് മാറ്റം വരും? സെക്കൻഡ് റോനോട് കൂടി 3 മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് തേർഡ് റോ അതിനോട് കൂടി ആഡ് ചെയ്യണം. ഓക്കെ. സോ ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ മാറ്റമൊന്നും വരില്ല. സോ ഹിയർ ഇറ്റ് ഈസ് 3 മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടി, 3 - 3 0 ആയിട്ട് മാറി. ഓക്കെ. ഹിയർ നമ്മൾ 3 മൾട്ടിപ്ലൈ ചെയ്താൽ 9/2 എന്ന് വരും. 9/2 + 1 ചെയ്ത് കഴിഞ്ഞാൽ 11/2. അതുപോലെ 3 × 9/2 ചെയ്യാം, +14 ചെയ്ത് കഴിഞ്ഞാൽ 55/2 എന്ന് ലഭിക്കും. സോ നമുക്കിവിടെ സെക്കൻഡ് റോയിൻ്റെ പണിയും കഴിഞ്ഞു. സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എൻട്രി നമ്മൾ 1 ആക്കി മാറ്റി, അതിന് താഴെ നമ്മൾ 0 ആക്കി മാറ്റി. ഇനി തേർഡ് റോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തേർഡ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എൻട്രി 11/2 ആണ്. അതിനെ 1 ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? തേർഡ് റോയോട് കൂടി നമ്മൾ 2/11 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ്സ് ദ ഓപ്പറേഷൻ. 2/11 R3 ചെയ്ത് കഴിഞ്ഞാൽ 0, 0, 1, 5 എന്ന് ലഭിച്ചു. ഓക്കെ. സോ ഇത് ഈ കാണുന്ന മെട്രിക്സ് ഇപ്പം റോ എക്ലോൺ ഫോമിലുള്ള മെട്രിക്സ് ആണ്. ഇതിൽ ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്, അതിലെ താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം സീറോസ് ആണ്. ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത്തരത്തിൽ റോ എക്ലോൺ ഫോമിലേക്ക് മാറ്റിയതിന് ശേഷം ഇപ്പോൾ നമുക്ക് ലഭിച്ച മെട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ പുതിയ ഇക്വേഷൻസ് എഴുതാം. ഇതാണ് നമ്മളുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പുതിയ സിസ്റ്റം എഴുതാൻ പോവാണ്. സോ ഇറ്റ് ഈസ് x1 + 2x2 - x3 = -1. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷനിൽ x1 നമ്മളില്ല, അത് എലിമിനേറ്റ് ചെയ്ത് പോയി. 1 × x2, x2 + 3/2 x3 = 9/2. ആൻഡ് ലാസ്റ്റ് ഇക്വേഷൻ ഇസ് x3 = 5. ഓക്കെ. സോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലാസ്റ്റ് വേരിയബിൾ x3 എന്താണെന്ന് ഇവിടെ ലഭിച്ചു കഴിഞ്ഞു. x3യുടെ വാല്യൂ 5 ആണ്. ആ 5 എന്ന വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ x3ക്ക് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് x2 എന്താണെന്ന് ലഭിക്കും? x2 is -3. ആ വാല്യൂ x2ഉം x3യും ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് x1 as 10. ദാറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഗോസിയൻ എലിമിനേഷൻ. ഈ മെത്തേഡ് നമ്മൾ സാധാരണയായി ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നുകൂടി പറയാറുണ്ട്. കാരണം ഈ x3യുടെ വാല്യൂ നമ്മൾ തൊട്ട് ബാക്കിലുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് x2 കിട്ടി, അത് അതിനും ബാക്കിലുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് x1 ലഭിച്ചു. So this method is also known as back substitution method. So Gaussian eliminationൽ നമ്മൾ ചെയ്യുന്നത് ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കി മാറ്റി അതിൽ താഴെയുള്ള എലമെൻറ്റ്സ് മാത്രമാണ് 0 ആക്കിയത്.
ഗോസ്-ജോർദാൻ മെത്തേഡിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ ഇതുപോലെ നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ട ആവശ്യം വരില്ല. ഡയറക്റ്റ് നമുക്ക് അവസാനം ലഭിക്കുന്ന മെട്രിക്സ് നോക്കി ആൻസറിലേക്ക് എത്താനാകും. പക്ഷെ നമ്മൾ അതിന് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടി വരും. എന്താണ് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആക്കിയ ശേഷം അതിൻ്റെ താഴെ മാത്രമേ 0 ആക്കിയിട്ടുള്ളൂ. അതിന് മുകളിലും കൂടെ നമുക്ക് 0 ആക്കണമെന്ന് വിചാരിക്കാം. സോ ഈ എലമെൻറ്റിനെ 2 എന്ന എലമെൻറ്റിനെ എനിക്ക് എങ്ങനെ 0 ആക്കാനാവും? ഇവിടെയുള്ള ഈ 1ൻ്റെ മുകളിലും താഴെയും എനിക്ക് 0 ആക്കണം. സോ ഈ 1 ഉപയോഗിച്ചിട്ട് എനിക്കിവിടെ 0 ആക്കണം. അതിനുള്ള മെത്തേഡ് എന്താണ്? ഇവിടെയുള്ള എലമെൻറ്റ് 2 ആണ്. സോ അതിനെ നെഗറ്റീവ് എടുക്കുക, -2 ഈ സെക്കൻഡ് റോനോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് റോയിൽ ആഡ് ചെയ്യാം. ഓക്കെ, സോ അവർ ഓപ്പറേഷനേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് റോയ്ക്കാണ് മാറ്റം വരുന്നത്. R1 ബിക്കംസ്, R1നെ എന്ത് ചെയ്യുന്നു? നമ്മൾ സെക്കൻഡ് റോനോട് കൂടി -2 മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ഫസ്റ്റ് റോനോട് കൂടി ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ ആ ഓപ്പറേഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. R1 ബിക്കംസ് -2R2 + R1. ഈ R2 എന്ന റോനോട് കൂടി -2 മൾട്ടിപ്ലൈ ചെയ്യുക, അത് ഫസ്റ്റ് റോനോട് കൂടി ആഡ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു മാട്രിക്സ് ലഭിക്കും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നമുക്ക് ലാസ്റ്റ് റോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 ആണ്. അതിന് മുകളിലുള്ള 2 എലിമെൻറ്റ്സും നമ്മൾ സീറോസ് ആക്കി മാറ്റണം ഈ 1 ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, സോ ഈ -4നെ 0 ആക്കി മാറ്റണമെങ്കിൽ ഈ റോനോട് കൂടി നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് 4 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ 4R3 + R1. ഇവിടെ ടെക്സ്റ്റിൽ എഴുതിയത് മിസ്റ്റേക്കാണ്. ഇവിടെ +4R3 ആണ്. ഓക്കെ, സോ R1 ബിക്കംസ് 4R3 + R1. ഇനി സെക്കൻഡ് റോയിലുള്ള ഈ എലമെൻറ്റ് നമുക്ക് 0 ആക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എടുക്കുക. അതായത് -3/2 × R3 + R2. ഓക്കെ, ആ 2 ഓപ്പറേഷനും ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ മാട്രിക്സ് ലൈക്ക് ദിസ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലുള്ള മെട്രിക്സ് ആണ്. അതായത് ഈ 1ൻ്റെ കോളത്തിലെ ബാക്കി 2 എലമെൻറ്റ്സും നമുക്ക് 0 ആക്കി മാറ്റിയിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സൊല്യൂഷൻ എന്താണെന്ന് പറയാനാവും. ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞു നോക്കിയാൽ x1 + 0x2 + 0x3, അതായത് x1 = 10, x2 = -3, x3 = 5. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. സോ ഗോസിയൻ എലിമിനേഷൻ ആണെങ്കിൽ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയാണ് നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നത്. ഗോസ്-ജോർദാൻ മെത്തേഡ് ആണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലേക്ക് മെട്രിക്സ് മാറിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സൊല്യൂഷൻ എഴുതാം. ഇനി ചില സമയത്ത് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല സിസ്റ്റത്തിന്. സച്ച് സിസ്റ്റംസ് ആർ കോൾഡ് ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റംസ്. നമ്മളത് മുമ്പിലേ പറഞ്ഞു. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത്തരത്തിലൊരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. നമ്മൾ സാധാരണ നമ്മൾ പ്രൊസീജിയർ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മളതിൻ്റെ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എഴുതി അതിന് റോ എക്ലോൺ ഫോമിലേക്ക് നമ്മൾ മാറ്റി. റോ എക്ലോൺ ഫോമിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കാൻ ശ്രമിക്കുകയെന്ന് വിചാരിക്കാം. x1 = -1, ഓക്കെ, x2 = 2. ലാസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ 0 = 16 എന്നാണ് നമുക്ക് ലഭിക്കുക. ഇറ്റ് ഇസ് നോട്ട് ട്രൂ. Therefore, there is no numbers x1 and x2 satisfy the system. Okay, and the system has no solution. അപ്പോൾ ഇതുപോലുള്ള ഇക്വേഷൻസ് നമുക്ക് വന്നിരുന്നാൽ, അതായത് ഈ കോൺസ്റ്റൻ്റ് പാർട്ട് 0 അല്ലാതെ ഇരിക്കുകയും x1 x2ൻ്റെ കോയിഫിഷ്യൻസ് എല്ലാം 0 ആയി മാറുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ റോ എക്ലോൺ ഫോമിലുള്ള മെട്രിക്സ് നിൽക്കുന്നതെങ്കിൽ such system has no solutions or the system is inconsistent. Here you have some exercise problems. Use either Gaussian elimination or Gauss-Jordan elimination to solve the given linear systems, or show that there is no solutions. Let us solve the first equation. So first linear system, x1 - x2 = 11, 4x1 + 3x2 = -5. And this is the augmented matrix. And let us reduce the augmented matrix to the row echelon form. Okay, so first of all we will check the first non-zero entry of the first row is 1. ഇവിടെ 1 ആണ്, there is no problem, and we have to make the element below that to 0. So ഈ 4നെയാണ് നമുക്ക് 0 ആക്കി മാറ്റേണ്ടത് ഈ 1 ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ ആണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് നമുക്ക് 0 ആക്കി മാറ്റേണ്ടത്. 0 ആക്കി മാറ്റേണ്ട എലമെൻറ്റിൻ്റെ നെഗറ്റീവ് എടുക്കുന്നു. -4 ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമ്മളുടെ ഓപ്പറേഷൻ നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. R2 ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. സോ R2 ബിക്കംസ് -4R1 + R2. ഏത് എലമെൻ്റാണോ 0 ആക്കേണ്ടത് അതിനെ നെഗറ്റീവ് കൊണ്ട് ഫസ്റ്റ് റോനെ മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം അതിവിടെ ആഡ് ചെയ്യാം. സോ വാട്ട് അബൌട്ട് ദ ന്യൂ മാട്രിക്സ്? 1 - 1 11. ഫസ്റ്റ് റോയിൽ നമുക്ക് മാറ്റമൊന്നുമില്ല.
സെക്കൻഡ് റോയിൽ ഇവിടെ 0 ആക്കി മാറും. -4 × 1 ദാറ്റ് ഈസ് -4 + 4 0. ദെൻ സെക്കൻഡ് എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ -4 × -1 + 3 എന്നാണ് വരിക. അതായത് 4 + 3 ഇവിടെയുള്ള എലമെൻറ്റ് 7 ആയിട്ട് മാറി. ലാസ്റ്റ് എലമെൻറ്റ് നോക്കിയാൽ -4 × 11 -5 ദാറ്റ് ഈസ് -44 - 5 ദാറ്റ് ഈസ് -49. സോ ദിസ് ഈസ് ദ ന്യൂ മാട്രിക്സ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആക്കി മാറ്റണം. സോ 7നെ 1 ആക്കണമെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദ സെക്കൻഡ് റോ വിത്ത് 1/7. സോ our operation is R2 becomes R2 × 1/7. Okay, so the matrix becomes 1 - 1 11. അതിൽ മാറ്റില്ല. 0 1 -49/7 is -7. ഗോസിയൻ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് പ്രോസസ്സ് നിർത്താവുന്നതാണ്. നമുക്ക് ഇക്വേഷൻസ് എഴുതാം. x1, I think the equations variables for x1 x2 itself. Yeah, x1 - x2 = 11 and second equation is x2 = -7. So we will back substitute the value of x2 to the first equation. So we have x1 = 11 plus x2 that is 11 minus 7 that is 4. So the solution of this linear system is x1 = 4 and x2 = -7. After solving you may check whether this is a equation, this is a solution. x1 = 4 and x2 = -7. Just substitute here. So we have 4 minus -7 that is 11 and 4 × 4 that is 16 minus 21 that is -5. So this is the solution of the given linear system. Let us solve one more system. I think we may solve the sixth system and you have to check the solutions of other linear systems. Here let us solve the system using Gauss-Jordan method. So this is the augmented matrix. First of all, first row-ൽ first non-zero entry 1 ആണ്. അതിന് താഴെയുള്ള 2 എലമെൻറ്റ്സ് നമ്മൾ 0 ആക്കി മാറ്റുന്നു. ശ്രദ്ധിക്കേണ്ടത് ഈ 1 ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ താഴെയുള്ള എലമെൻറ്റ്സിനെ സീറോസ് ആക്കേണ്ടത്. സോ ഇവിടെ എലമെൻറ്റ് 2 ആണ്. -2 കൊണ്ട് ഫസ്റ്റ് റോ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, -2 R1 + R2. ഇനി ഈ എലമെൻറ്റ് 0 ആക്കണമെങ്കിൽ ഇവിടെ എലമെൻറ്റ് 1 ആണ്. അതിൻ്റെ നെഗറ്റീവ് എടുത്താൽ -1. -1 × R1 + R3. So here it is R3. Likewise സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എൻട്രി അത് 1 ആണ്. 1 ആക്കി മാറ്റേണ്ടതുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ ഇവിടെ -3 ആയതുകൊണ്ട് സെക്കൻഡ് റോ മുഴുവനായിട്ടും -1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമ്മൾ ഈ എലമെൻറ്റിനെ 1 ആക്കി മാറ്റി. ഗോസിയൻ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെയുള്ള എലമെൻറ്റ് മാത്രം 0 ആക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഗോസ് ജോർദാൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ 2 എലമെൻറ്റ്സും നമുക്ക് സീറോസ് ആക്കി മാറ്റണം. ഓക്കെ, സോ ഫസ്റ്റ് ഈ എലമെൻറ്റ് 0 ആക്കണമെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് എടുത്തു, -2. ഇതാണ് നമ്മുടെ കീ റോ എന്ന് പറയുന്നത്. സോ -2 സെക്കൻഡ് റോയോട് കൂടി മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ഫസ്റ്റ് റോയോട് കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഇത് 0 ആയിട്ട് മാറും. R1 becomes -2 R2 + R1. ഇത് 0 ആവണമെങ്കിൽ R3 becomes 3 R2 + R3. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് an augmented matrix finally like this. And the solution is x1 = 1, x2 = 1 and x3 = 3. അവസാനം നമുക്കൊന്ന് വെരിഫിക്കേഷൻ നടത്താം. 1 1 3 എന്ന ഇക്വേഷൻസ് സൊല്യൂഷൻ നമ്മളിവിടെ സിസ്റ്റത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം വിൽ സാറ്റിസ്ഫൈ. So this is a Gauss-Jordan method of solving a linear system. Likewise, you may check the solutions of remaining problems.